ഒമാനിൽ ഡ്രോൺ ആക്രമണം. മിന അൽ ഫഹലിലെ എണ്ണ കയറ്റുമതി കേന്ദ്രത്തിലാണ് ഉഗ്ര സ്ഫോടനമുണ്ടായത്. എണ്ണ കയറ്റുമതി കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി. സുരേഷ്, ഈ ഒമാൻ ആക്രമണത്തിന് പിന്നിൽ ആരാണ്? അഭിലാഷ്, പശ്ചിമേഷ്യ മുഴുവനായിട്ട് ഇപ്പോൾ ഏതാണ്ട് നല്ലൊരു ജാഗ്രതയിൽ തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഇന്നലെ അമേരിക്ക ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഒമാന്റെ തീരത്ത്, ഒമാൻ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിനോട് ചേർന്നിട്ടുള്ളതാണ് ഈ മിന അൽ ഫഹൽ ടെർമിനൽ എന്ന് പറയുന്നത്. എണ്ണ കയറ്റുമതി ഇന്ത്യയിലേക്ക് അടക്കം മറ്റു രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നത്, ഷിപ്പിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ആ കടലിലെ സിംഗിൾ ബോയ് മൂറിങ്ങില് 1ഉം 2ഉം ടെർമിനലിന്റെ അടുത്താണ് സ്ഫോടനം ഉണ്ടായത്. വലിയ സ്ഫോടനമായിരുന്നു. ഡ്രോൺ ആക്രമണമാണ് നടന്നത്. പുലർച്ചയോട് കൂടിയിട്ടാണ് ആക്രമണം ഉണ്ടായത്. പക്ഷെ ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമല്ല. അക്കാര്യം ഒമാൻ സ്ഥിരീകരിച്ചിട്ടില്ല. വലിയ നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള എണ്ണ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയും പ്രവർത്തനം നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് എണ്ണ വിപണിയെ കാര്യമായി തന്നെ ബാധിക്കും. കാരണം മാത്രമല്ല, ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തിയ ശേഷമായിരിക്കും പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുക. ഏതായാലും ഈ ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ധാരണ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാരണ ഹിസ്ബുള്ള തള്ളിക്കളയുകയും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്നലെ ഈ ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിൽ വലിയ ആക്രമണം ലെബനനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. മിഡിൽ ഈസ്റ്റിലുള്ള പൗരന്മാർ വലിയ ജാഗ്രത പാലിക്കണം. അനാവശ്യമായി പുറത്തു പോകുകയോ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലേക്ക് അനാവശ്യമായി പോകുകയോ ഒന്നും ചെയ്യരുതെന്ന് അമേരിക്കയുടെ ഒരു നിർദ്ദേശമുണ്ട്. ഇത് ഈ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങൾ നൽകുകയായിരുന്നു മിഡിൽ ഈസ്റ്റിൽ.